Hello everyone, welcome to Rise Up IAS. അപ്പോൾ റീസെൻ്റ്ലി COP30 UNFCCCയുടെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് COP30 റീസെൻ്റ്ലി നടക്കുകയുണ്ടായി November 11 to November 21 വരെ. അപ്പോൾ COP എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയ ആനുവലി നടക്കുന്ന മീറ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്കംസ് UPSCക്കും മറ്റ് എക്സാംസിനും സ്ഥിരമായി ചോദിക്കുന്നതാണ്. സോ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ്ലി കഴിഞ്ഞ COP30യുടെ ഒരു കംപ്ലീറ്റ് അനാലിസിസ് നടത്തുകയാണ്. എന്തൊക്കെയാണ് COP30യുടെ ഔട്ട്കംസ്, ഇന്ത്യക്ക് അതിലുള്ള ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെ, സിഗ്നിഫിക്കൻസ് എന്തൊക്കെ, അത് മാത്രമല്ല 3 ഡെക്കേഡിനപ്പുറം US പങ്കെടുക്കാത്തൊരു COP ആയിരുന്നു. അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, COPയിൽ എങ്ങനെയാണ് ഡെവലപ്ഡ് കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസും തമ്മിൽ, അതായത് പുതിയ ക്ലൈമറ്റ് ഡിപ്ലോമസിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ബേസിക്കലി എന്താണ് COP എന്നുള്ള കാര്യവും പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ദി റയോ എർത്ത് സമ്മിറ്റ്. അതായത് നമ്മളുടെ രാജ്യങ്ങളെല്ലാവരും തന്നെ ഒരുമിച്ച് വന്നുകൊണ്ട് എൻവയോൺമെന്റിനെ കൺസേർവ് ചെയ്യണം, അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ കൺസേർവ് ചെയ്തുകൊണ്ടുള്ള ഡെവലപ്മെന്റ് ആണ് വേണ്ടത്. അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന ഐഡിയയിലേക്കൊക്കെ പോകുന്നത് ഓൾമോസ്റ്റ് 1970s തൊട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് 1970s ടൈം പീരീഡിലാണ് രാജ്യങ്ങളൊക്കെ ഒത്തുവന്നത്. ഓക്കെ, ഇൻ 1972 യു മൈറ്റ് ഹാവ് സ്റ്റഡീഡ് റിഗാർഡിംഗ് ദി സ്റ്റോക്ക്ഹോം കോൺഫറൻസ്. അപ്പോൾ അതിനുശേഷം സിഗ്നിഫിക്കൻ്റ് ആയി നടന്ന ഒന്നായിരുന്നു 1992 റയോ സമ്മിറ്റ് അല്ലെങ്കിൽ എർത്ത് സമ്മിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് രാജ്യങ്ങളൊക്കെ ഒത്തുചേർന്ന് എങ്ങനെ എൻവയോൺമെന്റിനെ കൺസർവ് ചെയ്യുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ബ്രസീലിലെ റയോ ഡി ജനറിയോയിൽ നടന്ന എർത്ത് സമ്മിറ്റ് 1992 അപ്പോൾ ഈ 1992 എർത്ത് സമ്മിറ്റിന്റെ റിസൾട്ട് ആയിട്ട് 3 മേജർ ഔട്ട്കം ഉണ്ടായിരുന്നു. ആ 3 മേജർ ഔട്ട്കമ്മിൽ ഒന്നാണ് UNFCCC. FCCC എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. 2 UNCBD, അതായത് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി. ആൻഡ് 3ാമത് UNCCD, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ടു കോംബാറ്റ് ഡെസർട്ടിഫിക്കേഷൻ. 3 കാര്യങ്ങൾ 1992 എർത്ത് സമ്മിറ്റിന്റെ ഭാഗമായിട്ട് വന്നു. ഒന്ന് ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി, ഒന്ന് ബയോഡൈവേഴ്സിറ്റിയെ പറ്റിയിട്ട്, ഒന്ന് ഡെസർട്ടിഫിക്കേഷനെ പറ്റി. അപ്പോൾ നമ്മളിവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത് UNFCCC ആണ്. അപ്പോൾ ഈ UNFCCയുടെ മേജർ ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ് നമ്മളെന്ത് പറയുക, COP എന്ന് പറയുക. വെൻ എക്സ്പാൻസ് ഇറ്റ് ബിക്കംസ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. അതായത് UNFCCയിലെ മെമ്പേഴ്സ് ആയുള്ള എല്ലാ പാർട്ടീസും കൂടി ചേർന്നിട്ടുള്ള ഇയർലി നടക്കുന്ന മീറ്റിംഗ്. അപ്പോൾ UNFCCയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തീരുമാനം എടുക്കുന്നത് എവിടെയാണ്, COPയിലാണ്. അപ്പോൾ എന്താണ് UNFCCC? ഗ്ലോബലി ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷന് വേണ്ടിയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന, അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയ ഒരു ഗ്രൂപ്പിംഗ് ആണ് UNFCCC. ശ്രദ്ധിക്കുക, UNFCCC ഇറ്റ്സെൽഫ് ഈസ് നോൺ ലീഗലി ബൈൻഡിങ്. പക്ഷേ UNFCCയുടെ മേജർ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലി ബൈൻഡിങ് ആയ കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതായത് ക്ലൈമറ്റ് ചേഞ്ച് കുറയ്ക്കണം എന്ന രീതിയിൽ എല്ലാ രാജ്യങ്ങളും പറഞ്ഞിട്ട് കാര്യമില്ല, രാജ്യങ്ങൾക്ക് ടാർഗറ്റ് കൊടുക്കണം എന്നൊരു തോട്ടലാണ് അന്ന് വന്നത്. അപ്പോൾ UNFCCC പറയുന്ന എല്ലാ കാര്യങ്ങളും ലീഗലി ബൈൻഡിങ് അല്ല, ലീഗലി ബൈൻഡിങ് ആയ ചില പ്രോട്ടോകോൾസ് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിൽ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആനുവലി നടക്കുന്ന മീറ്റിംഗിൽ COPയിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കുക, ക്ലൈമറ്റ് ഇമ്പാക്ട് കുറയ്ക്കുന്ന രീതിയിലൊക്കെ ഒരുപാട് തീരുമാനങ്ങൾ പല COPസിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ COP30 എന്ന് പറയുമ്പോൾ ഈക്വലം നടന്ന് 30ാമത്തെ COP ആണ്, അതാണ് അർത്ഥം. ഫസ്റ്റ് COP1 എന്നും സെക്കൻഡ് COP2 എന്നും പറയുന്ന പോലെ ഇത് COP30 30ാമത്തെ COP. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് COPs നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ എക്സാമിന് വേണ്ടിയിട്ട് ഒരുപാട് COPs പഠിച്ചിട്ടുണ്ടാവും. ജസ്റ്റ് അത്രയും നമുക്കിവിടെ പറയാൻ സമയമില്ല. ചില ഇമ്പോർട്ടൻറ്റ് COPs നമ്മൾ നോക്കുകയാണെങ്കിൽ, ആസ് ഐ സെഡ്, റയോ സമ്മിറ്റ് 1992 ശേഷം ഫസ്റ്റ് COP ബെർലിനിൽ വെച്ചതായിരുന്നു, ജർമ്മനിയുടെ ബെർലിനിൽ 1995. അതിനുശേഷം നടന്ന വളരെ സിഗ്നിഫിക്കൻ്റ് COP ആണ് COP3, ദാറ്റ് വാസ് ഇൻ ക്യോട്ടോ ഇൻ 1997. യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ദി ക്യോട്ടോ പ്രോട്ടോകോൾ അല്ലേ? ഓക്കെ, ജപ്പാനിലെ ക്യോട്ടോയിൽ ചേർന്ന് അതിൽ വന്നാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. ഞാൻ പറഞ്ഞല്ലോ, UNFCCയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ലീഗലി ബൈൻഡിങ് ആയ പ്രോട്ടോകോൾസ് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്ന ആദ്യത്തെ പ്രോട്ടോകോളാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. അപ്പോൾ ക്യോട്ടോ പ്രോട്ടോകോളിനെ പറ്റി ബേസിക് ആയ ഒരു കാര്യം പറയാം. ക്യോട്ടോ പ്രോട്ടോകോളിൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്ഡ് കൺട്രീസിന് ബൈൻഡിങ് ടാർഗറ്റ് കൊടുക്കുക. അതായത് ഡെവലപ്ഡ് കൺട്രീസിന് ബൈൻഡിങ് ടാർഗറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സംതിങ് കോൾഡ് ആസ് CBDR. CBDR എന്നൊരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ക്യോട്ടോ പ്രോട്ടോകോൾ വന്നത്. CBDR എന്ന് പറഞ്ഞാൽ കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. അതായത് പണ്ട് കാലത്ത്, ഇന്ന് ഡെവലപ്ഡ് ആയിരിക്കുന്ന രാജ്യങ്ങൾ പണ്ട് കാലത്ത് എൻവയോൺമെന്റിനെ കൺസർവ് ചെയ്യാതെ ധാരാളം എമിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ടാണ് അവർ ഇന്ന് എൻജോയ് ചെയ്യുന്ന ഡെവലപ്മെന്റ്. അപ്പോൾ എൻവയോൺമെന്റ് ഡീഗ്രേഡ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇന്ന് ഡെവലപ്ഡ് ആയ രാജ്യങ്ങളാണ്. അതുകൊണ്ട് അവർ ഈ എൻവയോൺമെന്റ് കൺസർവേഷന് വേണ്ടിയിട്ടും ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയും കൂടുതൽ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള കോൺസെപ്റ്റാണ്.
അപ്പോൾ ലൈക്ക് ആ ഡെവലപ്ഡ് കൺട്രീസ് ഹു ഹാവ് ടേക്കൺ ഓൾ ദി ബെനിഫിറ്റ്സ് ഓഫ് ഡെവലപ്മെന്റ് വിത്തൗട്ട് കൺസിഡറിംഗ് ദി എൻവയോൺമെന്റ് ദേ ഷുഡ് കോൺട്രിബ്യൂട്ട് മോർ ടുവേർഡ്സ് മിറ്റിഗേറ്റിംഗ് ക്ലൈമറ്റ് ചേഞ്ച്. ഡെവലപ്പിംഗ് കൺട്രീസിന് ബൈൻഡിങ് ടാർഗറ്റ്സ് ഇല്ല, ഡെവലപ്ഡ് കൺട്രീസിന് മാത്രം ബൈൻഡിങ് ടാർഗറ്റ്സ് കൊടുത്തിട്ടുള്ള മെക്കാനിസം ആയിരുന്നു ക്യോട്ടോ പ്രോട്ടോകോൾ. അപ്പോൾ ഈ ഒരു ലൈക്ക് ഡെവലപ്ഡ് കൺട്രീസിന് മാത്രം ബൈൻഡിങ് ടാർഗറ്റ്സ് എന്നുള്ള കോൺസെപ്റ്റ് വന്നതുകൊണ്ട് തന്നെ ക്യോട്ടോ പ്രോട്ടോകോളിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സെക്കൻഡ് കമ്മിറ്റ്മെന്റ് പീരീഡ് ആയപ്പോഴേക്ക് അതൊക്കെ ഫെയിലർ ആയിപ്പോയി. ഓക്കെ, അത് ക്യോട്ടോ പ്രോട്ടോകോൾ അവിടെ നോട്ടെ. അതിനുശേഷം സിഗ്നിഫിക്കൻ്റ് ആയി വന്നതായിരുന്നു COP21 പാരീസ് ക്ലൈമറ്റ് ഡീൽ. പാരീസിൽ വെച്ച് നടന്ന 2015 COP21 പാരീസ് ക്ലൈമറ്റ് ഡീൽ. പാരീസ് ക്ലൈമറ്റ് ഡീൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വി ഷുഡ് ഇൻക്രീസ് അവർ എഫേർട്ട് to limit the increase of global temperature within 2 degrees Celsius compared to industrial level. pre-industrial level. അപ്പോൾ pre-industrial level എന്ന് പറഞ്ഞാൽ 1850s ആ ടൈം പീരീഡ് വെച്ച് നോക്കുമ്പോൾ ഉണ്ടാകുവാൻ പോകുന്ന ടെമ്പറേച്ചർ റൈസിനെ 2 ഡിഗ്രി സെൽഷ്യസിനുള്ളിൽ നിർത്താൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണമെന്ന് പറയുന്നതാണ് പാരീസ് ക്ലൈമറ്റ് ഡീൽ വരുന്നത്. ഇത് കൂടാതെ ഇതിൽ പറയുന്നു 2 ഡിഗ്രി സെൽഷ്യസ് ആണ് ലക്ഷ്യമെങ്കിലും 1.5 ഡിഗ്രി സെൽഷ്യസിനുള്ളിൽ നിർത്താൻ വേണ്ട കാര്യങ്ങൾ അത് ആ രീതിയിലുള്ള എഫേർട്സ് നമ്മൾ കൊടുക്കണം എന്നാണ് COP21 പാരീസ് ക്ലൈമറ്റ് ഡീലിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ക്യോട്ടോ പ്രോട്ടോകോളിൽ ബൈൻഡിങ് ടാർഗറ്റ്സ് കൊടുത്തപ്പോൾ അത് ഫെയിലർ ആയി എന്ന് പറഞ്ഞല്ലോ. ഇവിടെ അങ്ങനെ ബൈൻഡിങ് ആയ ടാർഗറ്റ്സ് ഒന്നും കൊടുത്തിരുന്നില്ല. പകരം രാജ്യങ്ങളോട് NDC കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. NDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ്. ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങളുടെ ലക്ഷ്യം ഇതാണ് എന്ന് പറഞ്ഞിട്ട് നാഷണൽ ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നു, എന്നിട്ട് അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതായിരുന്നു കോൺസെപ്റ്റ്. ഇന്ത്യൻ NDC ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ചർച്ച ചെയ്യുന്നുണ്ടാവും. ദെൻ ലാസ്റ്റ് COP നടന്നത് COP29 ബാക്കുവിലാണ്. ദെൻ വി ഹാവ് ദ COP നൗ ഇന്ന് അല്ലെങ്കിൽ ഇവിടെ വി ഹാവ് ദി COP30 ദാറ്റ് വാസ് ഇൻ ബെലേം ബ്രസീലിലായിരുന്നു റീസെൻ്റ്ലി നടന്ന COP30. അതിനെപ്പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ദെൻ അടുത്ത COP പറയപ്പെടുന്നത് അനാറ്റാലിയ COP31. അനാറ്റാലിയ എവിടെയാണ്? ടർക്കിയിലായിരിക്കും COP31. ആൻഡ് COP32 ഇസ് ഇൻ ആഡിസ് അബബ ദാറ്റ് ഇസ് ഇൻ എത്തിയോപ്യ. ഓക്കെ, ഇവിടെ ശ്രമിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ COP33 ഇന്ത്യയിൽ വെച്ചാവാൻ വേണ്ടി ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന രണ്ടാമത്തെ COP ആയി മാറും. ന്യൂഡൽഹിയിൽ നമുക്ക് മുമ്പ് COP ഉണ്ടായിരുന്നു 2002. ഇത് രണ്ടാമത്തെ COP ആക്കി COP33 ഇന്ത്യയിലാക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. ഒഫീഷ്യലി വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് COPs എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ COP30 അതായത് ബെലമിൽ നടന്ന COP30 വന്നിട്ടുള്ള കാര്യങ്ങൾ? അതിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയി വരുന്നതാണ് ബെലം പൊളിറ്റിക്കൽ പാക്കേജ് എന്ന് പറയുന്നത്. ബെലം പൊളിറ്റിക്കൽ പാക്കേജ് എന്ന് പറഞ്ഞാൽ COP30 10 ദിവസം കൊണ്ട് അവർ നെഗോഷിയേറ്റ് ചെയ്ത 29 ഡിസിഷൻസിനെ ഒരുമിച്ച് പറയുന്നതാണ് എന്ത് ഈ ബെലം പൊളിറ്റിക്കൽ പാക്കേജ് എന്ന് പറയുന്നത്. അതായത് 29 നെഗോഷിയേറ്റഡ് ഡിസിഷൻസ്. അതിൽ എന്തൊക്കെയുണ്ട്? സ്ട്രോങ്ങർ ഫിനാൻസിനെ പറ്റി പറയുന്നു, ട്രാൻസിഷൻ മെഷേഴ്സിനെ പറ്റി പറയുന്നു, അഡാപ്റ്റേഷൻ ട്രാക്കിങ്ങിനെ പറ്റി പറയുന്നു, ജെൻഡർ ഇൻക്ലൂഷനെ പറ്റി പറയുന്നു, എൻഹാൻസ്ഡ് കോപ്പറേഷൻ എല്ലാവരെയും ഉൾപ്പെടുത്തിയുള്ള എൻഹാൻസ്ഡ് കോപ്പറേഷനെ പറ്റി പറയുന്നു. ഇതുകൂടാതെ പാരീസ് ക്ലൈമറ്റ് ഡീലിൻ്റെ ആക്സിലറേറ്റഡ് ഡെലിവറിയെ പറ്റിയും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള 29 കാര്യങ്ങളെ ചേർത്ത് പറയുന്നു ബെലം പൊളിറ്റിക്കൽ പാക്കേജ്. അപ്പോൾ ഇതിനുള്ളിൽ വരുന്ന എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ എന്ന് വിൽ സി വൺ ബൈ വൺ. അതിലൊന്നാണ് ഗ്ലോബൽ ഇംപ്ലിമെൻറ്റേഷൻ ട്രാക്കർ ആൻഡ് ബെലം മിഷൻ ടു 1.5 ഡിഗ്രി സെൽഷ്യസ്. COP30 വന്നതാണ്. നമ്മൾ പറഞ്ഞല്ലോ പാരീസ് ക്ലൈമറ്റ് ഡീൽ പ്രകാരം രാജ്യങ്ങളെല്ലാം 2 ഡിഗ്രി സെൽഷ്യസ് ആക്കി കുറയ്ക്കുവാൻ ശ്രമിക്കണം ടെമ്പറേച്ചർ ഇൻക്രീസിനെ. അത് 1.5 ആവാൻ വേണ്ട എല്ലാ എഫേർട്ടും എടുക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അവിടെ ആക്ച്വലി ബൈൻഡിങ് ടാർഗറ്റ്സ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് രാജ്യങ്ങൾ ഇതിനു വേണ്ടി പെർഫോം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ട്രാക്കർ വേണ്ടേ. അപ്പോൾ അതാണ് ഗ്ലോബൽ ഇംപ്ലിമെൻറ്റേഷൻ ട്രാക്കർ. അതായത് വെദർ നാഷണൽ ആക്ഷൻസ് ആൻഡ് NDCs അലൈൻ വിത്ത് പാത്വേസ് കോമ്പാറ്റിബിൾ വിത്ത് ലിമിറ്റിംഗ് വാർമിംഗ് ടു 1.5 ഡിഗ്രി സെൽഷ്യസ്. രാജ്യങ്ങളുടെ നാഷണൽ ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ്, അതായത് ഓരോ രാജ്യങ്ങളും പാരീസ് ക്ലൈമറ്റ് ഡീലിൽ അവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ പറയുന്ന പാരീസ് ക്ലൈമറ്റ് ഡീൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഇന്ത്യയും മുന്നോട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചത് ബേസിക്കലി ഈ പറയുന്ന 1.5 ഡിഗ്രി സെൽഷ്യസിലേക്ക് ടെമ്പറേച്ചർ നിർത്തുവാൻ പാകത്തിന് പ്രാപ്തമാണോ എന്ന് നോക്കാനുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷൻ ട്രാക്കർ. അത് മാത്രമല്ല മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങൾ എല്ലാവരും അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷൻ ട്രാക്കർ നമ്മൾ വന്നിട്ടുണ്ട്. ദെൻ വി ഹാഡ് സംതിങ് കോൾഡ് ആസ് ജസ്റ്റ് ട്രാൻസിഷൻ മെക്കാനിസം. ജസ്റ്റ് ട്രാൻസിഷൻ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോസിൽ ഫ്യൂവൽ ഡിപ്പെൻഡൻസി കൂടുന്നു. ഫോസിൽ ഫ്യൂവൽ ഡിപ്പെൻഡൻസി ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ച് കൃത്യമായ രീതിയിൽ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റാത്തത്. കാരണം എമിഷൻസ് കൂടിക്കൊണ്ട് ആ എമിഷൻസ് ഉള്ളതോടത്തോളം കാലം നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് അഡ്രസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഫോസിൽ ഫ്യൂവലിൽ നിന്ന് മറ്റ് സോഴ്സ് ഓഫ് എനർജിയിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യണം. ആ ട്രാൻസിഷൻ അതിന് വേണ്ടിയുള്ള പ്രോഗ്രാം ആയിരുന്നു ജസ്റ്റ് ട്രാൻസിഷൻ മെക്കാനിസം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ദ ബെലേം ആക്ഷൻ മെക്കാനിസം എന്നും പറയപ്പെടുന്നു. അപ്പോൾ എന്താണത് ഉദ്ദേശിക്കുന്നത്? കപ്പാസിറ്റി ബിൽഡിംഗ് കൊണ്ടുവരിക, കോപ്പറേഷൻ ഫോർ വർക്കേഴ്സ് ആൻഡ് എക്കണോമി ഫോർ ഷിഫ്റ്റിംഗ് അവേ ഫ്രം ഫോസിൽ ഫ്യൂവൽസ്. ഫോസിൽ ഫ്യൂവൽസ് നിന്ന് രാജ്യങ്ങൾക്കും വലിയ ലൈക്ക് മറ്റു കോർപ്പറേഷൻസിനും അവർക്ക് ഫോസിൽ ഫ്യൂവലിൽ നിന്ന് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയിലേക്ക്
മാറുവാനായിട്ട് വേണ്ട കപ്പാസിറ്റി ബിൽഡിംഗ് കൊണ്ടുവരിക, അതേപോലെ തന്നെ ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ നടത്തുക, ലൈക്ക് വേണ്ട ടെക്നോളജിയുടെ ഒരു നോ ഹൗ അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എൻഹാൻസ് ചെയ്യുന്ന പോലെ വന്നതാണ് എന്ത് ജസ്റ്റ് ട്രാൻസിഷൻ മെക്കാനിസം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഗ്യാരണ്ടീഡ് ഫിനാൻസ്. ഈ ട്രാൻസിഷൻ അങ്ങനെ ചെയ്യാമെന്നേ പറയുന്നുള്ളൂ, അതിന് വേണ്ട ഫണ്ടിങ്ങിൻ്റെ കാര്യമോ ഫിനാൻസിങ്ങിൻ്റെ കാര്യമോ കൃത്യമായിട്ട് പറയുന്നില്ല. അപ്പോൾ 2 ജസ്റ്റ് ട്രാൻസിഷൻ മെക്കാനിസം. മൂന്നാമത്തെ ഔട്ട്കമായി പറയാവുന്നത് ബെലം 4x പ്ലെഡ്ജ്. ഓക്കെ, 4 അല്ലെങ്കിൽ 4x പ്ലെഡ്ജ് എന്ന് പറയുന്നതാണ്. അപ്പോൾ എന്താണ് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, the pledge aims to quadruple the use of sustainable fuels by 2035 compared to 2024 levels with flexibility for national circumstances. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സസ്റ്റൈനബിൾ ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ റിന്യൂവബിൾ എനർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ, ഫോസിൽ ഫ്യൂവൽ അല്ലാത്തത്. ആ സസ്റ്റൈനബിൾ ഫ്യൂവൽസിൻ്റെ യൂസ് 4 ടൈംസ് ആക്കുക, 4 മടങ്ങാക്കുക. എപ്പോഴത്തേക്കും? 2035 ആകുമ്പോഴേക്കും. അത്രയും എന്താ ഡിപ്പെൻഡൻസ് ഓഫ് ഫോസിൽ ഫ്യൂവൽ കുറയ്ക്കാൻ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതാണ് എന്ത് ബെലം 4x പ്ലെഡ്ജ് അല്ലെങ്കിൽ 4 ടൈംസ് പ്ലെഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എനർജിയുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇന്റർനാഷണൽ എനർജി ഏജൻസിയാണ്. അവരായിരിക്കും ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ടാവുക ആനുവലി. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ ലക്ഷ്യം വെക്കുന്നത്? സ്കെയിലിംഗ് ഫ്യൂവൽസ് ലൈക്ക് ഹൈഡ്രജൻ, ബയോഫ്യൂവൽസ്, ബയോഗ്യാസ് ആൻഡ് ഇ ഫ്യൂവൽസ് അറ്റ് അഫോർഡബിൾ കോസ്റ്റ്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന സസ്റ്റൈനബിൾ ഫ്യൂവൽസ് ഇല്ലേ, എന്തൊക്കെയാണ് സസ്റ്റൈനബിൾ ഫ്യൂവൽസ്? ഹൈഡ്രജൻ, ബയോഫ്യൂവൽസ്, ഇ ഫ്യൂവൽസ് ഒക്കെ അഫോർഡബിൾ കോസ്റ്റിൽ എത്തിച്ച് ആൾക്കാരുടെ ഉപയോഗം കൂട്ടുക, ഇപ്പോൾ ഉപയോഗിക്കുന്നത് 4 മടങ്ങാക്കുക. അപ്പോൾ അത്രയും ഫോസിൽ ഫ്യൂവൽ ഉപയോഗം കുറയും. നമ്മുടെ നാഷണൽ ഹൈഡ്രജൻ മിഷനും അതേപോലെ തന്നെ നാഷണൽ ബയോഫ്യൂവൽ പോളിസിയും എല്ലാം ഇതിനെ ആക്ച്വലി ഇത് സപ്പോർട്ട് ചെയ്ത് പൊക്കോളും. അപ്പോൾ ഇതായിരുന്നു മൂന്നാമത്തെ കാര്യം, ബെലം 4x പ്ലെഡ്ജ്. ദെൻ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഫോറെവർ ഫെസിലിറ്റി. ഈ COP 30യുടെ വൺ ഓഫ് ദി മേജർ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഫോറസ്റ്റ് മാനേജ്മെന്റ് കുറച്ചുകൂടി ഫോക്കസ് കൊടുക്കുന്ന രീതിയിലായിരുന്നു വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ബെലം ബ്രസീൽ എന്ന് പറയുമ്പോൾ അതിലും ബെസ്റ്റ് സ്ഥലമില്ല ഈ അഫോറസ്റ്റേഷൻ പ്രോഗ്രാം കൊണ്ടുവരാനായിട്ട്. കാരണം എന്താ, ആമസോൺ ഫോറസ്റ്റിന് തൊട്ടടുത്താണ്. അപ്പോൾ ഈ അവിടെ വന്ന മറ്റൊരു മേജർ ആയിട്ടുള്ള ഔട്ട്കം ആയിരുന്നു ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഫോറെവർ ഫെസിലിറ്റി. ഫോറസ്റ്റ് ഫോറെവർ ഫെസിലിറ്റി. ഓക്കെ, ഇതിൻ്റെ ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ തുടങ്ങി വെച്ചത് ബ്രസീൽ തന്നെയാണ്. സോ ബ്രസീൽ ടുക്ക് ദി ഇനീഷ്യേറ്റീവ്. ബ്രസീൽ കൊണ്ടുവന്ന പേയ്മെന്റ് ഫോർ പെർഫോമൻസ് മോഡലാണ്. പേയ്മെന്റ് ഫോർ പെർഫോമൻസ് മോഡൽ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇതൊരു ലോൺ കൊടുക്കുന്ന പോലെയല്ല, ലൈക്ക് ഓരോ ട്രോപ്പിക്കൽ ഫോറസ്റ്റിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിന്റെ കൺസർവേഷന് വേണ്ടിയിട്ടും ഓരോ രാജ്യങ്ങൾ എടുക്കുന്ന എഫേർട്ടിന്റെ ബേസിൽ ദേ ഗെറ്റ് ദി പേയ്മെന്റ്. ഓക്കെ, അതെങ്ങനെ നമ്മൾ നോക്കുന്നത്? സാറ്റലൈറ്റ് ബേസ്ഡ് മോണിറ്ററിങ്, അതായത് ഓരോ രാജ്യവും എത്രത്തോളം അതിനുവേണ്ടി ഇത് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ഫോറസ്റ്റ് കവർ കൂട്ടുന്നുണ്ടെന്നുള്ള സാറ്റലൈറ്റ് ബേസ്ഡ് മോണിറ്ററിങ് നടത്തിക്കൊണ്ട് അതിന്റെ ബേസിൽ ഫണ്ടിങ് കൊടുക്കുക. സോ ഇറ്റ്സ് എയിം ടു മൊബിലൈസ് അറൌണ്ട് $125 billion വിത്ത് ബ്രസീൽ കോൺട്രിബ്യൂട്ടിംഗ് ഫസ്റ്റ് $1 billion. അപ്പോൾ അങ്ങനെ ഒരു പേയ്മെന്റ്, അതായത് പെർഫോമൻസ് ബേസ്ഡ് പേയ്മെന്റ് കൊണ്ടുവരിക. എന്തിന്? ഫോറസ്റ്റ് അല്ലെങ്കിൽ ഫോറസ്റ്റ് റിക്കഗ്നേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫോറസ്റ്റിന്റെ ഇംപ്രൂവ്മെന്റ് കൺസർവേഷന് വേണ്ടിയിട്ട് ആരാണ് ഇനീഷ്യേറ്റീവ്? ബ്രസീലാണ്. ദെൻ നാഷണൽ അഡാപ്റ്റേഷൻ പ്ലാൻ ഇംപ്ലിമെന്റേഷൻ അലയൻസ്. നാഷണൽ അഡാപ്റ്റേഷൻ പ്ലാൻ ഇംപ്ലിമെന്റേഷൻ അലയൻസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറയുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനുള്ള ലൈക്ക് നമ്മൾ UNFCCC പോലുള്ള ഫംഗ്ഷനിങ് വരുമ്പോൾ 2 രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുക. ഒന്ന് അഡാപ്റ്റേഷൻ, മറ്റൊന്ന് മിറ്റിഗേഷൻ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് അറിയണം. ഒന്ന് അഡാപ്റ്റേഷനും മറ്റൊന്ന് മിറ്റിഗേഷനും. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓൾറെഡി സംഭവിച്ചുകൊണ്ടിരുന്ന ക്ലൈമറ്റ് ചേഞ്ചിനോട് അഡ്ജസ്റ്റ് ചെയ്യുക, അതിനോട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് മിനിമൈസ് ചെയ്യാവുന്ന രീതിയിലാക്കുന്നതാണ് എന്ത്? അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലൈമറ്റ് ചേഞ്ച് വരാതിരിക്കാൻ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, എമിഷൻ കട്ട് ഡൗൺ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അഡാപ്റ്റേഷനും മിറ്റിഗേഷൻ 2 ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ആണ്. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി വരുന്ന അല്ലെങ്കിൽ വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അഡ്ജസ്റ്റ് ചെയ്യുക. മിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇനി വരാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇവിടെ പറയുന്നത് വി ആർ ടോക്കിംഗ് അബൌട്ട് ദി അഡാപ്റ്റേഷൻ, നാഷണൽ അഡാപ്റ്റേഷൻ പ്ലാൻ ഇംപ്ലിമെന്റേഷൻ അലയൻസ്. അതായത് മുമ്പത്തെ COPsൽ രാജ്യങ്ങളോട് ഒരു അഡാപ്റ്റേഷൻ പ്ലാൻ ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ നോക്കുവാനായിട്ട് വി ഹാവ് ദി നാഷണൽ അഡാപ്റ്റേഷൻ പ്ലാൻ ഇംപ്ലിമെന്റേഷൻ അലയൻസ്. Then Belem's Declaration on Hunger, Poverty and People-Centered Climate Action. ഏകദേശം 43 രാജ്യങ്ങൾ സൈൻ ചെയ്തതാണ്. അതായത് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആകാൻ പോകുന്നത് വൾണറബിൾ കമ്മ്യൂണിറ്റീസ് ആണല്ലോ. പോവർട്ടി ഹിറ്റനായ അല്ലെങ്കിൽ അങ്ങനെയുള്ള വൾണറബിൾ കമ്മ്യൂണിറ്റീസ് ആണ്. അപ്പോൾ വൾണറബിൾ കമ്മ്യൂണിറ്റീസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെയും കൂടി പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ടുള്ള
ഒരു ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ മെക്കാനിസമാണ്. എങ്ങനെ? സോഷ്യൽ പ്രൊട്ടക്ഷൻ വഴി, ക്രോപ്പ് ഇൻഷുറൻസ് കൊടുത്തുകൊണ്ട്, അതേപോലെ കമ്മ്യൂണിറ്റി റെസിലയൻസ് കൂട്ടുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന വൾണറബിൾ സെക്ഷൻസിനെയും കൂടി അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള ക്ലൈമറ്റ് മിറ്റിഗേഷൻ കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് എന്ത്? ബെലേം ഡിക്ലറേഷൻ ഓൺ ഹങ്കർ, പോവർട്ടി ആൻഡ് പീപ്പിൾ സെൻറ്റേഡ് ക്ലൈമറ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഔട്ട്കംസ് നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഗ്ലോബൽ ഇംപ്ലിമെന്റേഷൻ ട്രാക്കർ ഉണ്ട്. രണ്ട്, ജസ്റ്റ് ട്രാൻസിഷൻ മെക്കാനിസം ഉണ്ട്. ദെൻ ബെലം ഫോറക്സ് പ്ലെഡ്ജ് ഉണ്ട്. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഫോർ അവർ ഫെസിലിറ്റി ഉണ്ട്. നാഷണൽ അഡാപ്റ്റേഷൻ പ്ലാൻ ഇംപ്ലിമെന്റേഷൻ അലയൻസ് ഉണ്ട്. ആൻഡ് ബെലേം ഡിക്ലറേഷൻ ഓൺ ഹങ്കർ, പോവർട്ടി ആൻഡ് പീപ്പിൾ സെൻറ്റേഡ് ക്ലൈമറ്റ് ചേഞ്ച്. ദെൻ ഒരു മേജർ ഔട്ട് കൂടി ഉണ്ട്. ഇത് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇങ്ങനത്തെ ടേംസ് ഒക്കെ UPSC പ്രിലിംസിന് ചോദിക്കാറുണ്ട്. ഗ്ലോബൽ മ്യൂട്രാവോ അഗ്രിമെന്റ്. മ്യൂട്രാവോ അഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മ്യൂട്രാവോ എന്ന് പറയുന്നത് ബ്രസീലിയൻ ടേം ആണ്. ബ്രസീലിയൻ ടേമിന്റെ അർത്ഥം, ആ മ്യൂട്രാവോ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ട്രഡീഷൻ, ബ്രസീലിയൻ ട്രഡീഷൻ ആണ്. ഇറ്റ്സ് എ ട്രഡീഷൻ ഓഫ് കളക്റ്റീവ് കമ്മ്യൂണിറ്റി ഡ്രിവൺ മൊബിലൈസേഷൻ, എ സ്പിരിറ്റ് ദി പ്രസിഡൻസി സീക്ക് ടു ട്രാൻസ്ലേറ്റ് ഇൻ ടു ഗ്ലോബൽ ക്ലൈമറ്റ് ആക്ഷൻ. കമ്മ്യൂണിറ്റി ഡ്രിവൺ ആയ, കളക്റ്റീവായ, എല്ലാവരും ചേർന്നൊരു കാര്യത്തിന് പ്രവർത്തിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് മ്യൂട്രാവോ എന്ന് പറയുന്നത്. അപ്പോൾ മ്യൂട്രാവോ എന്ന് പറയുന്ന എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുന്ന കളക്റ്റീവായ ഒരു കോൺസെപ്റ്റിനെ ക്ലൈമറ്റ് ചേഞ്ചിലേക്ക് കൊണ്ടുവരികയാണ് എന്ത്? ബ്രസീൽ ഈ പ്രോഗ്രാം വഴി ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ഗ്ലോബൽ മ്യൂട്രാവോ എഗ്രിമെന്റ് എന്ന് പറയുന്നത്, വിച്ച് പ്രയോറിറ്റൈസസ് കോപ്പറേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ റാദർ ദാൻ ന്യൂ മാൻഡേറ്ററി ടാർഗറ്റ്സ്. അപ്പോൾ എന്താണ് ഈ മ്യൂട്രാവോ എഗ്രിമെന്റ് എയിം ചെയ്യുന്നത്? എല്ലാ രാജ്യങ്ങളും ഒത്തുചേർന്നിട്ട് ഇംപ്ലിമെന്റേഷൻ കൊണ്ടുവരിക, റാദർ ദാൻ ന്യൂ മാൻഡേറ്ററി ടാർഗറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ COP30 മൊത്തത്തിലുള്ള ഡിസൈനിൽ വന്നൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശ്രദ്ധിച്ചിരുന്ന കാര്യം എന്ന് വെച്ചാൽ പുതിയ പുതിയ പ്രോഗ്രാംസ് കൊണ്ടുവരിക, പുതിയ പ്രോഗ്രാംസിൽ അല്ലെങ്കിൽ പുതിയ പുതിയ ഐഡിയോളജീസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ പുതിയ ടാർഗറ്റ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ ടാർഗറ്റ്സ് പലപ്പോഴും അച്ചീവ് ചെയ്യാറില്ല. അപ്പം നമ്മൾ ഈ കൊണ്ടുവരുന്ന ടാർഗറ്റ്സ് കൊണ്ട് പലപ്പോഴും ഗുണം പോകാറില്ല. അപ്പോൾ അത് മാറ്റിക്കൊണ്ട് ഇംപ്ലിമെന്റേഷന് കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് COP30 ഡിസ്കഷനിൽ വന്ന മേജർ ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ ഒരു വൺ ഓഫ് ദി മേജർ കാര്യമാണ് ഈ പറയുന്ന ഗ്ലോബൽ മ്യൂട്രാവോ എഗ്രിമെന്റ് എന്ന്. അപ്പോൾ പുതിയ മാൻഡേറ്ററി ടാർഗറ്റ് കൊടുക്കുന്നതിന് പകരം എന്താണ്, ഓൾറെഡി ഉള്ള കാര്യത്തിനെ കോപ്പറേഷനിലൂടെ എല്ലാവരും കൈ ചേർത്തുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന ലക്ഷ്യം. സോ ഇറ്റ് പ്രയോറിറ്റൈസസ് കോപ്പറേഷൻ ഇംപ്ലിമെന്റേഷൻ റാദർ ദാൻ ന്യൂ മാൻഡേറ്ററി ടാർഗറ്റ്സ്. ബ്രസീൽ ലോഞ്ച്ഡ് the Global Mutual Platform, a digital initiative to drive collective climate action and narrow the gap between commitments and implementation. ഇത് കൂടാതെ ബ്രസീൽ ഒരു ഗ്ലോബൽ മ്യൂട്രാവോ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിട്ടുണ്ട്. അത് UNFCCയുടെ സൈറ്റുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. എന്താണ് ഉദ്ദേശം? കമ്മിറ്റ്മെന്റ്സിന്റെയും ഇംപ്ലിമെന്റേഷന്റെയും ഗ്യാപ്പ് കുറയ്ക്കുക. അതായത് ഓരോ രാജ്യങ്ങളും എന്തൊക്കെ ചെയ്യാമെന്ന് പറയുന്നു, എന്തൊക്കെ അവർ അച്ചീവ് ചെയ്തു, അപ്പോൾ അത് രണ്ടും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടാവില്ല. നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ കാര്യം അച്ചീവ് ചെയ്യുന്നുണ്ടാവില്ല. ആ ഗ്യാപ്പ് മിനിമൈസ് ചെയ്യുക, അതിന്റെ കാര്യങ്ങൾ നോക്കുക എന്ന രീതിയിൽ വന്നു ഗ്ലോബൽ മ്യൂട്രാവോ പ്ലാറ്റ്ഫോം. അപ്പോൾ മേജർ ഔട്ട്കം ആയിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഇത്തവണത്തെ COPയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ വന്ന മറ്റൊരു കാര്യം ക്ലൈമറ്റ് ഫിനാൻസ് എന്ന് പറയുന്ന കാര്യമാണ്. നമ്മൾ ഈ പ്രോഗ്രാംസ് കൊണ്ടുവരാൻ, പ്രോഗ്രാംസ് ചെയ്യാന്ന് പറയുന്നതല്ലാതെ ഇതിന് വേണ്ട ഫണ്ടിങ്ങിനെ പറ്റി പലപ്പോഴും ചർച്ച കൃത്യമായി വരാറില്ല. മാത്രമല്ല ഫണ്ടിങ്ങിന്റെ കേസിൽ ഡെഫിസിറ്റ് ആണ്, നമുക്ക് വേണ്ടത്ര ഫണ്ടിങ് കിട്ടുന്നുമില്ല. അപ്പോൾ ക്ലൈമറ്റ് ഫിനാൻസുമായി ബന്ധപ്പെട്ട് വന്ന ചർച്ചയിൽ വന്ന കുറച്ച് ഔട്ട്കംസ് നമുക്ക് ഇവിടെ നോക്കാം. ഒന്ന്, ഒരു 2-year ഫിനാൻസ് പ്രോഗ്രാം വന്നിട്ടുണ്ട്. 2-year ഫിനാൻസ് വർക്ക് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കൺട്രീസ് എഗ്രീഡ് ടു ലോഞ്ച് എ 2-year ഫിനാൻസ് വർക്ക് പ്രോഗ്രാം ടു അഡ്രസ് ഗ്ലോബൽ ഫിനാൻസ് നീഡ്സ്. അപ്പോൾ 2 വർഷത്തെ ഒരു ഫിനാൻസ് വർക്ക് പ്രോഗ്രാം ഗ്ലോബലി ഈ പറയുന്ന ക്ലൈമറ്റ് ഫിനാൻസ് വേണ്ട നീഡ്സ് മീറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ്? ക്ലിയറർ മെത്തഡോളജി ഫോർ എസ്റ്റിമേറ്റിംഗ് ഫിനാൻസ് ഗ്യാപ്സ്, സ്ട്രെങ്തനിങ് ട്രാൻസ്പെറൻസി ഓൺ ഫിനാൻസ് ഫ്ലോസ്, ഡിസൈനിങ് മെക്കാനിസം ഫോർ പ്രിഡിക്റ്റബിൾ ആൻഡ് അഡ്വക്കേറ്റ് ഫണ്ട്സ്. എന്തൊക്കെയാണ്? ഫിനാൻസ് ഗ്യാപ്സ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ട കൃത്യമായ മെത്തഡോളജി കൊണ്ടുവരിക, അതേപോലെ തന്നെ ഫിനാൻസിൽ ഫ്ലോസ്, ഈ പറഞ്ഞ യുനെഫ്സിയുടെ ഫണ്ടിങ്ങിലുള്ള ഫ്ലോസിൽ കാണിക്കുന്ന കൃത്യമായ ട്രാൻസ്പെറൻസി കൊണ്ടുവരിക, അതേപോലെ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തൊക്കെ ഫണ്ട് ഫ്ലോ വരും, അല്ലെങ്കിൽ എന്തൊക്കെ അഡ്വക്കേറ്റ് ഫണ്ട് എത്ര വേണം എന്നുള്ള പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഡിസൈൻ മെക്കാനിസംസ് ഡിസൈൻ ചെയ്യുക. ദെൻ ദർ വാസ് ആൻ അഡാപ്റ്റേഷൻ ഫിനാൻസ് കമ്മിറ്റി. അഡാപ്റ്റേഷൻ ഫിനാൻസ് കമ്മിറ്റി പറഞ്ഞത് ഇത് COP29 പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. ട്രിപ്ലിംഗ് ഗ്ലോബൽ അഡാപ്റ്റേഷൻ ഫിനാൻസ് ബൈ 2035. നമ്മളിപ്പോൾ ഏകദേശം $100 ബില്യൺ ആണ് ആനുവലി നമ്മൾ റൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് 2035 ആകുമ്പോഴേക്ക് ഏകദേശം $300 ബില്യൺ ആക്കണം എന്ന രീതിയിൽ, ഓക്കെ, $300 ബില്യൺ ആക്കണം എന്ന രീതിയിൽ ട്രിപ്പിൾ ചെയ്യണം എന്നുള്ള ഒരു ചർച്ച വന്നിരുന്നു. അതേപോലെ തന്നെ വൾണറബിൾ നേഷൻസിന് സപ്പോർട്ട് പ്രയോറിറ്റൈസ് ചെയ്യണം. വൾണറബിൾ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ സ്മോൾ ഐലൻഡ് സ്റ്റേറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഈ സീ ലെവൽ റൈസിനോടൊക്കെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് പ്രയോറിറ്റൈസ് ചെയ്യുന്ന പോലെ, അവർക്ക് ഇത് പ്രയോറിറ്റൈസ് ചെയ്യുന്ന പോലെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അഡാപ്റ്റേഷൻ ഫിനാൻസ് കമ്മിറ്റ്മെന്റ്സും വന്നിരുന്നു. ഓക്കെ, ഇതിൽ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഇങ്ങനെ കൃത്യമായി പഠിച്ച് ഓർത്ത് വെക്കേണ്ട രീതിയിലൊന്നും കാണുന്നില്ല, എന്നാലും ജസ്റ്റ് അറിഞ്ഞു വെക്കാം. ദെൻ
ഇതാണ് പ്രിലിംസിൽ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, പാരീസ് എഗ്രിമെന്റ് ആർട്ടിക്കിൾ 9.1 റീഅഫേംഡ് പറയാൻ കാരണം ഈ ആർട്ടിക്കിൾ 6. കഴിഞ്ഞ വർഷം 6.4 ഒക്കെ UPC ചോദിച്ചിരുന്നു. അപ്പോൾ അതേപോലെ ആർട്ടിക്കിൾ 9.1 പാരീസ് എഗ്രിമെന്റിൽ എന്തുമായി ബന്ധപ്പെട്ട് എടുക്കുമെന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഡെവലപ്ഡ് കൺട്രീസ് അവരെ അന്ന് കാലത്ത് കൂടുതൽ എമിഷൻ നടത്തിയതിന്റെ റിസൾട്ടാണ് അവർ ഇന്ന് എൻജോയ് ചെയ്യുന്ന ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരാണ് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ. അപ്പോൾ ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്ക് ഈ ക്ലൈമറ്റ് മിറ്റിഗേഷന് വേണ്ട ഹെൽപ്പ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫണ്ടിങ് ഹെൽപ്പ് ആര് കൊടുക്കണം? ഡെവലപ്ഡ് രാജ്യങ്ങൾ കൊടുക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിന്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 9.1. അണ്ടർ ആർട്ടിക്കിൾ 9.1 ഡെവലപ്ഡ് കൺട്രീസ് ഹാവ് എ മാൻഡേറ്ററി ഒബ്ലിഗേഷൻ to provide climate finance to developing countries, not voluntary or negotiated. ഡെവലപ്ഡ് കൺട്രീസ് കൃത്യമായിട്ട് ഫണ്ടിങ് ഡെവലപ്പിംഗ് കൺട്രീസിന് കൊടുത്തുകൊള്ളണം എന്നൊരു കാര്യം വന്നിരുന്നു. അതാണ് പാരീസ് ക്ലൈമറ്റ് ഡീലിലെ 9.1. അതിനെ റീഅഫേം ചെയ്തു. ദിസ് അക്നോളജ്മെന്റ് വാസ് എ മേജർ ഡിപ്ലോമാറ്റിക് വിൻ ഫോർ ദി ഗ്ലോബൽ സൗത്ത്. കാരണം ഡെവലപ്ഡ് കൺട്രീസ് ഒബ്വിയസ്ലി അദ്ദേഹം സപ്പോർട്ട് ചെയ്യില്ല, കാരണം അവർക്ക് ഫണ്ട് പോകുന്ന കാര്യമാണ്. അപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസ് ഒരുമിച്ച് നിന്ന് ബേസിക്കലി അത് റീഅഫേം ചെയ്തു എന്ന് പറയുമ്പോൾ ഈ ഡെവലപ്പിംഗ് കൺട്രീസ്, നമ്മൾ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന കൺട്രീസിന് അതെങ്ങനെ പോയാലും അവരൊരു വിക്ടറി അല്ലെങ്കിൽ സ്ട്രെങ്ത്തിനെ കാണിക്കുന്ന പോലെ ഒരു കാര്യമാണ്. അപ്പോൾ ക്ലൈമറ്റ് ഫിനാൻസ് ഒരു സിഗ്നിഫിക്കൻറ്റ് ഫാക്ടറാണ്. അതിൽ ആർട്ടിക്കിൾ 9.1 റീഅഫേം ചെയ്തു എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഓക്കെ, ഈ COPയിൽ ഒരു ഡിവിസീവ് ഫാക്ടറായി വന്നത്, ഡിവിസീവ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു സ്പ്ലിറ്റ് പോലെ വന്നത്, അല്ലെങ്കിൽ രണ്ടാൾക്കാർ തമ്മിൽ കാര്യമായ ചർച്ച വന്നത് ഫോസിൽ ഫ്യൂവലിന്റെ കേസിലായിരുന്നു. ഫോസിൽ ഫ്യൂവലിന്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ലിസ്റ്റ് ഓഫ് കൺട്രീസ്, അതായത് ഓവർ 80 കൺട്രീസ് എന്നാണ് പറയുന്നത്, ഇൻക്ലൂഡിംഗ് സ്മോൾ ഐലൻഡ് സ്റ്റേറ്റ്സ് ഹു ആർ മോർ ലൈക്ക് ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്റ്റിന് ഏറ്റവും വൾണറബിൾ ആയ ഈ പറയുന്ന സ്മോൾ ഐലൻഡ് സ്റ്റേറ്റ്സ് പോലുള്ള ആൾക്കാർ, ദേ ഡിമാൻഡഡ് ഫോർ ദി ഫേസിംഗ് ഔട്ട് ഓഫ് ഫോസിൽ ഫ്യൂവൽ. ഫേസിംഗ് ഔട്ട് ഓഫ് ഫോസിൽ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ഫോസിൽ ഫ്യൂവൽ പയ്യെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എന്ന് കൃത്യമായി ഇല്ലാതാക്കുക എന്ന് പറയുക. സോ ദേ പുഷ്ഡ് ഫോർ എക്സ്പ്ലിസിറ്റ് ലാംഗ്വേജ് റിക്വയറിംഗ് എ ഫേസ് ഔട്ട് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്, വേൾഡ്സ് ലാർജസ്റ്റ് സോഴ്സ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്. ഫേസ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടൈം ബൗണ്ടായി ഫേസ് ഔട്ട് ആണെന്ന്, അതായത് കൃത്യമായി ഇത്ര സമയത്തിനുള്ളിൽ ഫേസ് ഔട്ട് ചെയ്യുന്ന പോലെ ടൈം ലൈൻ സെറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായി കമ്മിറ്റ്മെന്റ്സ് കൊടുത്തുകൊണ്ട് ഫോസിൽ ഫ്യൂവലിനെ കംപ്ലീറ്റ്ലി ഫേസ് ഔട്ട് ചെയ്യുന്ന കാര്യം വേണം എന്ന് പറഞ്ഞിട്ട് ഒരു 80ഓളം രാജ്യങ്ങളുടെ ആവശ്യം മുന്നോട്ട് വന്നിരുന്നു. ഒബ്വിയസ്ലി ഇറ്റ് വാസ് റെസിസ്റ്റഡ് ബൈ ദി ഡെവലപ്പിംഗ് നേഷൻസ്. ഡെവലപ്പിംഗ് നേഷൻസ് അതിന് കുറച്ച് പ്രശ്നമുണ്ട്. ഇന്ത്യ അടക്കമുള്ള, ചൈന അടക്കമുള്ള ഡെവലപ്പിംഗ് രാജ്യത്തിന് പ്രശ്നമുണ്ട്. കാരണം എന്താ? വി ഹാവ് എ ഹ്യൂജ് ഡിപ്പെൻഡൻസി ഓൺ ഫോസിൽ ഫ്യൂവൽ. ഫോസിൽ ഫ്യൂവലിനെ ഫേസ് ഔട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ നമുക്ക് കൂടുതൽ സ്ട്രെസ് തരിക ചെയ്യുന്നത്. നമുക്ക് ഫിനാൻഷ്യൽ സ്ട്രെസ്സും അതേപോലെ തന്നെ നമുക്ക് മറ്റ് പ്രോഗ്രാംസിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട മണി എന്ത് ചെയ്യണം? നമ്മൾ ക്ലൈമറ്റ് മിറ്റിഗേഷൻ വേണ്ടിയും അതേപോലെ തന്നെ ഈ ട്രാൻസിഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ മേജർ ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ, ചൈന, റഷ്യ, സൗദി അറേബ്യ, സൗത്ത് ആഫ്രിക്ക, ദേ ഒപ്പോസ്ഡ് ബൈൻഡിങ് ഫേസ് ഔട്ട് ലാംഗ്വേജ്. അവർക്ക് ഫേസ് ഔട്ട് എന്ന് പറഞ്ഞ കാര്യത്തിനോട് താല്പര്യമില്ല. അത് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റിനോട് അവർക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ടല്ല, ആ നേഷന്റെ സർക്കംസ്റ്റൻസ് അങ്ങനെ ആയതുകൊണ്ട്. കാരണം എന്തുകൊണ്ടൊക്കെയാ? നാഷണൽ എനർജി നീഡ്സ് ആൻഡ് ഡെവലപ്മെന്റ് പ്രയോറിറ്റീസ്. അറിയാലോ, നമുക്ക് ഇപ്പോഴും മേജർ കോൺട്രിബ്യൂട്ടർ കോൾ തന്നെയാണ് എനർജിയിൽ. ദെൻ കൺസേൺസ് ഓവർ ഇനാഡ്യൂക്കേറ്റ് ക്ലൈമറ്റ് ഫിനാൻസ്, റിജക്ഷൻ ഓഫ് യൂണിഫോം ഗ്ലോബൽ ടൈം ലൈൻസ് ദാറ്റ് ഡിസ്റിഗാർഡ് ഡൊമസ്റ്റിക് റിയാലിറ്റീസ്. ഒന്നാമത് കൃത്യമായ ക്ലൈമറ്റ് ഫിനാൻസ് വരുന്നില്ല, പിന്നെ കൂടുതൽ ഫണ്ടിങ് ഇതിനു വേണ്ടി ഇറക്കേണ്ടി വരും. അത് മാത്രമല്ല ഓരോ രാജ്യത്തിന്റെ അവസ്ഥയും വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ ഗ്ലോബൽ ക്ലൈമറ്റിന് വേണ്ടിയിട്ട് ഓരോ സ്ഥലത്തെയും ഡൊമസ്റ്റിക് അവസ്ഥ നോക്കാതെ ചെയ്യുന്നത് ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡെവലപ്പിംഗ് കൺട്രീസ് ഇതിനെ റെസിസ്റ്റ് ചെയ്തു. India and several BRICS members insisted that energy transition must be nationally determined, not externally imposed. അപ്പോൾ ഇന്ത്യ വാദിച്ച കാര്യം എന്തായിരുന്നു? ഈ എനർജി ട്രാൻസിഷൻ, റിന്യൂവബിൾ എനർജിക്ക് മാറുന്നത് അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂൽ വേണ്ടാന്ന് വെക്കുന്നത് ഇന്റേണലി ഒരു രാജ്യം തീരുമാനിക്കേണ്ടതാണ്, അല്ലാതെ എക്സ്റ്റേണലി UNFCCയോ COPയോ ഇമ്പോസ് ചെയ്ത് ചെയ്യേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചില രാജ്യങ്ങൾ വേണമെന്ന് പറഞ്ഞു, ഇന്ത്യ പോലെ ഡെവലപ്പിംഗ് രാജ്യങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ ഔട്ട്കം എങ്ങനെയായിരുന്നു? ആ രണ്ടുപേരും ചർച്ച ചെയ്തൊരു കോംപ്രമൈസ് വന്നത് എ ബ്രോഡ് കമ്മിറ്റ്മെന്റ് ടു ട്രാൻസിഷൻ അവേ ഫ്രം ഫോസിൽ ഫ്യൂവൽ. ഫോസിൽ ഫ്യൂവലിൽ നമ്മൾ ട്രാൻസിഷൻ പയ്യെ മാറുന്നു. പക്ഷെ അതിന് ടൈം ലൈൻ അവർ പറഞ്ഞ പോലെ ടൈം ലൈൻ വയ്ക്കുന്നില്ല. നോ മാൻഡേറ്ററി റിഡക്ഷൻ പാത്വേ, കൃത്യമായിട്ട് എങ്ങനെയാണ് കുറയ്ക്കേണ്ടതെന്നോ കമ്മിറ്റ്മെന്റ്സോ ആക്കി വെക്കുന്നില്ല, ടൈം ലൈൻ വയ്ക്കുന്നില്ല. പക്ഷെ നമ്മൾ അതിന് കുറയ്ക്കണം എന്ന രീതിയിൽ വന്നു. ദിസ് റിഫ്ലക്ട്സ് എ പൊളിറ്റിക്കലി നെഗോഷിയേറ്റഡ് മിഡ് പോയിന്റ് വിത്ത് ഡെവലപ്പിംഗ് നേഷൻസ് എഫക്റ്റീവ്ലി ഷേപ്പിംഗ് ദി നെറേറ്റീവ്. ഓൾമോസ്റ്റ് ഡെവലപ്പിംഗ് നേഷൻ പറഞ്ഞ പോലെ തന്നെയാണല്ലോ വന്നത്. ടൈം ലൈൻ ഇല്ല, ഒന്നുമില്ല, പക്ഷെ കുറയ്ക്കണം, കുറയ്ക്കാം, അങ്ങനെയാണ് വന്നത്. ഫോസിൽ ഫ്യൂവലിന്റെ കേസിൽ അവിടെ ദർ വാസ് എ ഡിവിഷൻ വിത്തിൻ ദി COP എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ദർ ഇസ് എ ചേഞ്ച് ഇൻ ബാലൻസ് ഓഫ് പവർ ഇൻ ക്ലൈമറ്റ് ഡിപ്ലോമസി. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു,
US ഏകദേശം ഒരു 3 ഡെക്കേഡിന് ശേഷം ആദ്യമായി US റെപ്രസെൻറ്റേഷൻ ഇല്ലാത്ത ഒരു COP ആയിരുന്നു. US-ന് ഡെലിഗേറ്റ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ 3 decades the US ഡിഡ് നോട്ട് സെൻഡ് ആൻ ഒഫീഷ്യൽ ഡെലിഗേഷൻ. അപ്പോൾ അവിടെ ആ ക്ലൈമറ്റ് ഡിപ്ലോമസി അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ ദർ വാസ് സം കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഡെവലപ്പിംഗ് കൺട്രീസ്, അതായത് നമ്മുടെ ബ്രിക്സ് കൺട്രീസ് എസ്പെഷ്യലി, അറിയാലോ ബ്രിക്സ് കൺട്രീസ് ആരൊക്കെയാണെന്ന്, ദേ എമേർജ്ഡ് ആസ് എ ഡിസിസീവ് ബ്ലോക്ക്. കാരണം അവരായി മാറി കൃത്യമായി കാര്യങ്ങൾ പറയുന്നതും കൃത്യമായി പോളിസീസിൻ്റെ കാര്യത്തിൽ വേണ്ട രീതിയിൽ പറയുന്നതും അവരുടെ ഒരു മെജോറിറ്റി വന്ന് അവർ പറയുന്ന പോലെ ഡിസിഷൻസ് വരുന്ന രീതിയിൽ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, റിമൂവൽ ഓഫ് ഫോസിൽ ഫ്യൂവൽ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അത്, ഇൻസേർഷൻ ഓഫ് ഫ്ലെക്സിബിലിറ്റി ഫോർ ഡെവലപ്പിംഗ് നേഷൻസ്, ഗ്രേറ്റർ ഫോക്കസ് ഓൺ ഇക്വിറ്റി ആൻഡ് എക്കണോമിക് ജസ്റ്റിസ്, അതായത് ഫണ്ടിങ് ഡെവലപ്പിംഗ് നേഷന് കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്. അതേപോലെ അറ്റൻഷൻ ടു ട്രേഡ് റിലേറ്റഡ് ക്ലൈമറ്റ് ബാരിയേഴ്സ് സച്ച് ആസ് EU's കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. ഓക്കെ, ഇത് കഴിഞ്ഞ വർഷം യൂറോപ്യൻ യൂണിയൻ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറഞ്ഞ മെക്കാനിസം കൊണ്ടുവന്നിരുന്നു. അതായത് ചില രാജ്യങ്ങളിൽ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള ലോസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, എമിഷൻസുമായി ബന്ധപ്പെട്ട ലോസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ചില രാജ്യങ്ങൾ അത്രത്തോളം സ്ട്രിക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എമിഷൻസ് കാര്യത്തിൽ സ്ട്രിക്റ്റ് ആയ രാജ്യങ്ങളിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി പ്ലേസ് ചെയ്യുന്ന സമയത്ത് അവിടെ എക്സ്പെൻസ് കൂടുതലായിരിക്കും. കാരണം ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ട കാര്യങ്ങൾ വരെ എമിഷൻസ് ഒക്കെ അതിന് മീറ്റ് ചെയ്ത് പോകണമല്ലോ. നേരെ മറിച്ച് ഞാൻ സ്ട്രിക്റ്റ് അല്ലാത്ത സ്ഥലത്ത് കൊണ്ടുവയ്ക്കുമ്പോഴോ ആ എൻവയോൺമെന്റ് കൺസേണിൽ വരുന്ന എക്സ്പെൻസ് ആ കമ്പനിക്ക് അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിക്ക് കട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യും, അത്ര സ്ട്രിക്റ്റർ എൻവയോൺമെന്റ് ലോസ് ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയി പ്ലേസ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഇമ്പോർട്ട്സിന് ഒരു എക്സ്ട്രാ ചാർജ്, ഒരു എക്സ്ട്രാ ടാരിഫ് യൂറോപ്യൻ യൂണിയൻ കൊണ്ടുവന്നിരുന്നു. അതാണ് കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ലൈക്ക് ഈ പറയുന്ന ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ഒരു ചർച്ചയും അവിടെ വന്നിരുന്നു. സോ ദിസ് മാർക്സ് എ ന്യൂ എറ ഓഫ് ക്ലൈമറ്റ് ഗവേണൻസ്, വൺ വെർ നെഗോഷിയേറ്റിംഗ് പവർ ഈസ് മോർ ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് മൾട്ടിപോളാർ. മുമ്പത്തെ പോലെ കുറച്ച് ഡെവലപ്ഡ് രാജ്യങ്ങളിലേക്ക് കയ്യിൽ ഒതുങ്ങാതെ മൾട്ടിപോളാർ ആയിട്ട് ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചേഞ്ച് ഇൻ ക്ലൈമറ്റ് ഡിപ്ലോമസി വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. ഇനി എന്തൊക്കെയായിരുന്നു ഇന്ത്യയുടെ പൊസിഷൻ അറ്റ് COP? ഈ COP-യിൽ ഇന്ത്യയുടെ പൊസിഷൻസ് എന്തൊക്കെയായിരുന്നു? സോ ബേസിക്കലി സാധാരണ മുമ്പത്തെ COP-കൾ നമ്മൾ ഒരുപാട് ഇന്ത്യ കൊണ്ടുവന്നുള്ള ഇനീഷ്യേറ്റീവ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഇന്റർനാഷണൽ സോളാർ അലയൻസ് പോലുള്ള കാര്യങ്ങൾ, ഓസോവോഗിൽ വന്ന ഓസോവോഗ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ സോളാർ അലയൻസ്, CDRI കോalition ഓഫ് ഡിസാസ്റ്റർ റെസിലിയന്റ് ഇൻഫ്രാസ്ട്രക്ചർ പോലുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ അങ്ങനെ ഇന്ത്യയുടെ ഒരു ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്ത്യയും മറ്റ് ഡെവലപ്പിംഗ് രാജ്യങ്ങളും കൂടി കുറച്ചും കൂടി ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്ക് ഫേവർ ചെയ്യുന്ന രീതിയിലുള്ള തീരുമാനം എടുക്കാൻ ഇവിടെ സാധിച്ചിരുന്നു. ഇന്ത്യ അലോങ് സൈഡ് ബേസിക്സ് ആൻഡ് ലൈക്ക് മൈൻഡഡ് ഡെവലപ്ഡ് കൺട്രീസ്, ലൈക്ക് മൈൻഡഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരേപോലെയുള്ള ഡെവലപ്ഡ് കൺട്രീസ്, ഹൈലൈറ്റഡ് ഇക്വിറ്റി ആൻഡ് ക്ലൈമറ്റ് ജസ്റ്റിസ്, ഇൻസിസ്റ്റിംഗ് ദാറ്റ് ക്ലൈമറ്റ് ഫിനാൻസ് ബി എ പ്രെഡിക്റ്റബിൾ സ്കെയിൽഡ് അപ്പ് ലീഗൽ ഒബ്ലിഗേഷൻ ഡെലിവേർഡ് ആസ് ഗ്രാൻസ് നോട്ട് ലോൺസ്. അപ്പോൾ ഇന്ത്യക്കും മറ്റ് ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്ക് വാദിക്കാൻ സാധിച്ചു അത്ര എന്ത് ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ട ഫിനാൻസിങ് എന്ന് പറയുന്നത് ലോൺ പോലെയല്ല, ഗ്രാൻസ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. ഈ ഡിമാൻഡഡ് ഫുൾ ഇംപ്ലിമെന്റേഷൻ ഓഫ് ആർട്ടിക്കിൾ 9.1, നമ്മൾ നേരത്തെ പറഞ്ഞ 9.1 എന്താണെന്നുള്ളത്, ഡെവലപ്ഡ് രാജ്യങ്ങൾ ഡെവലപ്പിംഗ് രാജ്യങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നത്, ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ 9.1-ന്റെ ഫുൾ ഇംപ്ലിമെന്റേഷൻ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ വി വർ അർജിങ് മൊബിലൈസേഷൻ ഓഫ് $1.3 trillion ക്ലൈമറ്റ് ഫിനാൻസ് ഗോൾ. ഓക്കെ, $1.3 trillion ക്ലൈമറ്റ് ഫിനാൻസ് ഗോൾ ആയിട്ട് എത്തിക്കണം എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ 2025 അഡാപ്ഷൻ ഗ്യാപ്പ് റിപ്പോർട്ട്സ് പ്രകാരം ഡെവലപ്പിംഗ് കൺട്രീസിന് അറൌണ്ട് 310 to 365 ബില്യൺ ആനുവലി വേണം ഈ ടാർഗറ്റ് മീറ്റ് ചെയ്യാനായിട്ട് ബൈ 2035. അപ്പോൾ അത് എത്തിക്കണം എന്ന രീതിയിലുള്ള കാര്യവും ഇന്ത്യ മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇന്ത്യ കൂടുതൽ സംസാരിച്ച ക്ലൈമറ്റ് ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ക്ലൈമറ്റ് ഫിനാൻസിൽ 310 billion to 365 billion ആനുവലി എന്ന രീതിയിലേക്ക് ഉയർത്തണം ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന രീതിയിലുള്ള സംസാരവും അല്ലെങ്കിൽ എന്ന രീതിയിലുള്ള ഡിമാൻഡും ഇന്ത്യ മുന്നോട്ട് വെച്ചിരുന്നു. കറന്റ് ഏകദേശം നോക്കിയാൽ $26 billion വരുന്നുള്ളൂ. അതിന് ഓൾമോസ്റ്റ് 10 മടങ്ങിൽ കൂടുതൽ ഉയർത്തണം എന്ന രീതിയിലാണ് പറഞ്ഞത്. ഓക്കെ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ COP30 ധാരാളം ഷോർട്ട് കമ്മിങ്സ് ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിലുള്ള പറയുന്നത് നമ്മൾ ടോട്ടലി നമ്മൾ നോക്കുമ്പോൾ വി ഹാഡ് സം ഷോർട്ട് കമ്മിങ്സ് ഇൻ COP30. ഒന്നാമത്തത് ഫോസിൽ ഫ്യൂവൽ ഫേസ് ഔട്ട് എന്ന് പറയുന്ന ആ ഒരു ഐഡിയയെ ബേസിക്കലി അവിടെ ഐഡിയ മുന്നോട്ട് വന്നെങ്കിലും ആ ഐഡിയയിൽ ആക്ച്വലി നമുക്കൊരു കൃത്യമായി ടൈം ലൈൻ വയ്ക്കാൻ പറ്റാത്ത ഒരു പാളിച്ച തന്നെയാണ്. കാരണം ഫോസിൽ ഫ്യൂൽ നമ്മൾ എന്തായാലും റിമൂവ് ചെയ്തേ പറ്റുള്ളൂ, കാരണം എമിഷൻ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ വി വർ നോട്ട് ഏബിൾ ടു ബ്രേക്ക് എ റോഡ് മാപ്പ് ഓൺ ഹൗ ടു റിഡ്യൂസ് ദി ഫോസിൽ ഫ്യൂവൽ. അത് ഒന്നാമത്തെ ഒരു ഷോർട്ട് കമ്മിങ് ആയിട്ട് പറയാം. ദെൻ വീക്ക് പ്രോഗ്രസ് ഓൺ ക്ലൈമറ്റ് ഫിനാൻസ്. നമ്മൾ നെഗോഷിയേഷൻസ് വന്നുവെങ്കിലും ക്ലൈമറ്റ് ഫിനാൻസിൽ നമുക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞെങ്കിലും ആർട്ടിക്കിൾ 9.1 റീഅഫേം ചെയ്തെങ്കിലും ഇപ്പോഴും ക്ലൈമറ്റ് ഫിനാൻസോ അതിനുവേണ്ടി നമ്മൾ വെച്ചിട്ടുള്ള ഫണ്ടോ ഉയർന്നിട്ടില്ല. ഓക്കെ, ലൈക്ക് ദ എമൗണ്ട് ഓഫ് ഫ്ലോ നമ്മൾ പറഞ്ഞല്ലോ, ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്ക് 300 ബില്യൺ അടുത്ത് വേണമെങ്കിൽ 26 ബില്യൺ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ക്ലൈമറ്റ് ഫിനാൻസിന്റെ പ്രോഗ്രസ് ഇപ്പോഴും എന്താണ് സ്ട്രോങ് ആയി സംഭവിച്ചിട്ടില്ല. ദെൻ ഡിലേ ഇൻ NDC സബ്മിഷൻ ആൻഡ് ആംബിഷൻ ഗ്യാപ്സ്. NDC എന്ന് പറഞ്ഞാൽ
നാഷണൽ ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ. ഇത് ഓരോ 5 വർഷം കൂടുമ്പോഴും അപ്ഡേറ്റ് ചെയ്യണമെന്നാണ്. ഓരോ 5 വർഷം കൂടുമ്പോഴും NDCs അപ്ഡേറ്റ് ചെയ്യണമെന്നാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യ ആദ്യം 2015 കൊണ്ടുവന്നിരുന്നു. 2020 നമുക്ക് COP ഉണ്ടായിരുന്നില്ല, കോവിഡ് വർഷമായതുകൊണ്ട്. 2021 UK നടന്ന ഗ്ലാസ്ഗോയിൽ വെച്ച് നടന്ന സമ്മിറ്റിൽ വെച്ചിട്ട് ഇന്ത്യ അതിന് മാറ്റിയിരുന്നു. അപ്പൊ ഇന്ത്യയുടെ പ്രസന്റ് NDC നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മൾ 5ാമത് എന്ന് പറയുന്നത്. ഒന്ന്, അതായത് നാഷണൽ ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ, ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് പറയുന്നത്. ഒന്ന്, 50% ഓഫ് എനർജി ഫ്രം റിന്യൂവബിൾസ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമുക്ക് ആവശ്യം വരുന്ന എനർജിയുടെ 50% നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവരും, റിന്യൂവബിൾ എനർജി എന്ന് കൊണ്ടുവരും. അതായത് നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യം. എപ്പോഴത്തേക്കും? 2030 ആവുമ്പോഴേക്കും ഇത് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. 2, 500 gigawatts ഓഫ് നോൺ ഫോസിൽ ഫ്യൂവൽ സോഴ്സസ്. നമ്മൾ എനർജി 500 GW നോൺ ഫോസിൽ ഫ്യൂവൽ സോഴ്സിൽ നിന്ന് ഉണ്ടാക്കും. എപ്പോഴത്തേക്ക്? 2030 ആവുമ്പോഴേക്കും. വി ആർ ഓൺ ഇറ്റ്സ് പാത്ത്. ദെൻ reduce emission intensity by 45%. എമിഷൻ ഇൻറ്റൻസിറ്റി ടു GDP എന്ന് പറഞ്ഞത് 45% ആക്കി കുറയ്ക്കുക. ഇത് 2021 ഏറ്റവും റീസെൻ്റ് ആയി വന്ന നമ്മളുടെ NDC ആണ്. മുൻപത്തിൽ 33% ആയിരുന്നു, നമ്മൾ 45% ആക്കി ഉയർത്തി. ദെൻ റെഡ്യൂസ് എമിഷൻസ് ബൈ 1 billion tons. അതായത് നമ്മൾ എമിറ്റ് ചെയ്യുന്ന കാർബൺ 1 billion ton കാർബണെ കുറച്ച് എമിറ്റ് ചെയ്യുള്ളൂ. ഈ 4 എയിംസും നമ്മൾ എയിം ചെയ്യുന്നത് 2030 ആകുമ്പോഴേക്ക് അച്ചീവ് ചെയ്യാനാണ്. പിന്നെ ഒരു എയിമും കൂടി വരുന്നത് നെറ്റ് സീറോ ബൈ 2070 ആകുമ്പോഴേക്ക് നെറ്റ് സീറോ അച്ചീവ് ചെയ്യുക. നെറ്റ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ എമിഷൻ അല്ല, നമ്മൾ എത്ര എമിറ്റ് ചെയ്യുന്നുണ്ടോ അത്രയും തന്നെ നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുന്നതാണ് എന്ത്? നെറ്റ് സീറോ ബൈ 2070. ഇതാണ് ഇന്ത്യയുടെ 5 എന്ന് പറയും, അവർ 5 ഇന്റൻഡഡ് നാഷണൽ ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ്. ഓക്കെ, ഇതിനെ അപ്ഡേറ്റ് ചെയ്യേണ്ട സമയമാണ്. 2020 വന്നത് 2025 ആകുമ്പോൾ അപ്ഡേറ്റ് ചെയ്യണമല്ലോ. ആ അപ്ഡേഷൻ ഇന്ത്യ വച്ചിട്ടില്ല. ഇന്ത്യ മാത്രമല്ല, ഒരുപാട് രാജ്യങ്ങൾ അത് വച്ചിട്ടില്ല. സോ നമ്മൾ നേരത്തെ തീരുമാനിച്ച പോലെ എല്ലാവരും 5 വർഷം കൂടി വയ്ക്കണം എന്ന് പറഞ്ഞത് ഇപ്പോഴും ഡിലേ വന്നിട്ടാണ്. അപ്പോൾ NDCയുടെ ഡിലേ, ദാറ്റ് വാസ് അനദർ ഷോർട്ട് കമ്മിങ്. ദെൻ ഇംപ്ലിമെന്റേഷൻ ഗ്യാപ്പ് റിമെയിൻസ് അഡ്രസ്ഡ്. നമ്മൾ ഓൾറെഡി പ്ലെഡ്ജ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഓൾറെഡി നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ്, ഇത് പലതും കൃത്യമായി ഇംപ്ലിമെന്റഡ് അല്ല. അപ്പോൾ ഇംപ്ലിമെന്റേഷൻ ഡിലേ ഉണ്ട്. ദെൻ ജസ്റ്റ് ട്രാൻസിഷൻ വിത്തൗട്ട് ഡെഡിക്കേറ്റഡ് ഫണ്ടിങ്. ട്രാൻസിഷൻ നടക്കുന്ന കാര്യം പറഞ്ഞു, ഫോസിൽ ഫ്യൂവലിൽ നിന്ന് മാറണമെന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷേ ഇതിന് വേണ്ട അഡ്വക്കേറ്റ് ഫണ്ടിങ് ഇപ്പോഴും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ എന്താണ്? ഇതൊന്നും നമുക്ക് ഈ പറഞ്ഞ UN COP നമുക്ക് കാര്യങ്ങൾ എടുക്കാൻ പറ്റിയിട്ടില്ല. ഓൾ ദീസ് ആർ മേജർ ഷോർട്ട് കമ്മിങ് ഓഫ് COP 30. ഓക്കെ, പിന്നെ എന്തൊക്കെയായിരുന്നു സിഗ്നിഫിക്കൻസ്? വാട്ട് ആർ ദി സിഗ്നിഫിക്കൻസ്? സോ COP 30 may not have delivered a dramatic fossil fuel phase out, but it marks a key political shift. പറഞ്ഞല്ലോ, പൊളിറ്റിക്കൽ ഷിഫ്റ്റ്. ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക്, ഗ്ലോബൽ സൗത്തിലേക്ക് ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. അവർക്ക് കുറച്ച് ഡിസിഷൻ മേക്കിംഗ് പവർ COP വന്ന പോലെ. ദെൻ ഇറ്റ് റീഷേപ്ഡ് ഗ്ലോബൽ ക്ലൈമറ്റ് ടോക്സ് ബൈ ആംപ്ലിഫൈയിങ് ദി വോയിസ് ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ്. നമ്മൾ പറഞ്ഞല്ലോ, ഇറ്റ് പ്രൊഡ്യൂസ്ഡ് എ പ്രാഗ്മാറ്റിക് ഇക്വിറ്റി ഫോക്കസ്ഡ് ഔട്ട്കം റാദർ ദാൻ അൺറിയലിസ്റ്റിക് ഹൈ ആംബിഷൻ കമ്മിറ്റ്മെന്റ്സ്. ഇക്വിറ്റി ഫോക്കസ് ചെയ്ത ഔട്ട്കം, അതായത് നമ്മൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത എയിംസ് വെച്ചിട്ട് അതല്ല നമ്മൾ ചെയ്യുന്നത്. എല്ലാവരിലേക്കും ഈക്വൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പോലെ, എല്ലാവരിലേക്കും എത്തുന്ന പോലെ, നമ്മൾ പറഞ്ഞത് സാധാരണ ജനങ്ങളിലേക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ജെൻഡർ ഗ്യാപ്പ് ഒക്കെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള ഇക്വിറ്റി ഫോക്കസ്ഡ് ഔട്ട്കം ആണ്. ഡെവലപ്പിംഗ് കൺട്രീസിനും ഡെവലപ്ഡ് കൺട്രീസിനും ലീസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസിനും ഒരേപോലെ വരുന്ന രീതിയിലുള്ള ഇക്വിറ്റി ഫോക്കസ്ഡ്, ഒരേപോലെയല്ല, അവരുടെ കണ്ടീഷൻ അനുസരിച്ച് വരുന്ന പോലുള്ള ഇക്വിറ്റി ഫോക്കസ്ഡ് ആണ്. ദെൻ ഇറ്റ് സ്ട്രെങ്തൻ ദി ഗ്ലോബൽ എംഫസിസ് ഓൺ ഫോറസ്റ്റ്, എസ്പെഷ്യലി ദി ആമസോൺ ആസ് ക്രിട്ടിക്കൽ ക്ലൈമറ്റ് സ്റ്റെബിലൈസേഴ്സ്. ഫോറസ്റ്റിലൊക്കെ ശ്രദ്ധ. ആൻഡ് ഇറ്റ് എക്സ്പോസ് ദി മേജർ ഫോൾട്ട് ലൈൻസ് ഓൺ ഫോസിൽ ഫ്യൂവൽസ് ദാറ്റ് വിൽ ഷേപ്പ് ഫ്യൂച്ചർ COP നെഗോഷിയേഷൻസ്. ഓക്കെ, ലൈക്ക് ഫോസിൽ ഫ്യൂവൽ നമുക്കിപ്പോഴും തീരുമാനം എടുക്കാൻ പറ്റിയില്ല, ട്രാൻസിഷൻ ചെയ്യാമെന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ അത് ഭാവിയിൽ COP നമുക്ക് ഡിസ്കഷൻ വരാൻ പോകുന്നതാണ് ഫോസിൽ ഫ്യൂവൽസിനെ പറ്റി. അപ്പോൾ ഇത്രയൊക്കെയാണ് COP 30 പറ്റി ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ കാര്യമായൊരു ഇനീഷ്യേറ്റീവ് എന്ന രീതിയിൽ ഒന്നും തന്നെ വന്ന് കണ്ടിട്ടില്ല. ആർട്ടിക്കിൾ 9.1 ഓർത്ത് വെച്ചേക്കുക. മെയിൻസിന് ചോദിക്കുകയാണെങ്കിൽ തന്നെ ലൈക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇനി വരാൻ പോകുന്ന മെയിൻസിന് 30 വർഷമായതുകൊണ്ട് ആ COPയുടെ ഒരു കംപ്ലീറ്റ് പാറ്റേണിനെ പറ്റി വേണമെങ്കിൽ ചോദിക്കാം, UNFCCയെ പറ്റി ചോദിക്കാം, COP 30 പറ്റി ചോദിക്കുകയാണെങ്കിൽ തന്നെ ഈ ഷോർട്ട് കമ്മിങ്സും ഇന്ത്യയുടെ അതിലുള്ള സ്റ്റാൻഡും ഒക്കെ നോക്കി വയ്ക്കാം. ഓക്കെ, സോ ദിസ് ഇസ് റിഗാർഡിംഗ് COP 30. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.